ഇന്നത്തെ CNS ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ഫേസ്ബുക്കിൽ കണ്ടില്ലേ, ഇപ്പോൾ 6 മാസമായ ഒരു കുട്ടീനെ അമ്മമ്മയുടെ കൂടെ കിടത്തിയിട്ട് അമ്മമ്മ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അതുപോലെ 2 മാസമായ കുട്ടി കിണറ്റിൽ വീണ് മരിച്ചു പറഞ്ഞിട്ട്. ഈ 6 മാസമായ കുട്ടീനെ അമ്മമ്മയുടെ അടുത്ത് കിടത്തപ്പോൾ അമ്മമ്മ മാനസിക രോഗിയാണ് എന്ന് വീട്ടുകാർക്ക് അറിയുന്നതല്ലേ. അതിനനുസരിച്ച് അവർക്ക് ചെയ്താൽ മതിയായിരുന്നില്ലേ? അമ്മമ്മ ഇന്ന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടീനെയൊക്കെ അമ്മമ്മയുടെ അടുത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവർ. പിന്നെ എന്താ പറയുക, വേണച്ചിട്ടല്ലല്ലോ അമ്മമ്മ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. എന്തായാലും ആ കുട്ടിയുടെ ജീവിതം അങ്ങനെ പോയി. അതുപോലെ തന്നെ 2 മാസമായ കുട്ടീനെ കിണറ്റിലെറിഞ്ഞു കൊന്നത്. അത് കിണറ്റിൽ വീണ് ആ കുട്ടി മരിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ പറയുന്നത്, കുളിപ്പിക്കുമ്പോൾ കുതിച്ചിട്ട് കിണറ്റിലേക്ക് ചാടിയെന്ന്, കയ്യിൽ നിന്ന് കുതിച്ചിട്ട് കിണറ്റിൽ പോയിന്ന്. ഈ 2 മാസമായ കുട്ടി എങ്ങനെയാണ് കയ്യിൽ നിന്ന് കിണറ്റിലേക്ക് എത്താൻ മാത്രം കുതിക്കുക? എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറയണത് അല്ലേ. ഇവർക്ക് നോക്കാനൊന്നും കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവർ ഈ മക്കൾക്ക് ജന്മം കൊടുക്കുന്നത്? നോക്കാൻ കഴിവില്ല വെച്ചെങ്കിൽ അതിന് നിൽക്കണ്ടല്ലോ. ആ കുട്ടി ഭൂമിയിലേക്ക് വന്നത് ആ കുട്ടിയുടെ തെറ്റല്ലല്ലോ. ആ കുട്ടിയുടെ തെറ്റുകൊണ്ട് ആ കുട്ടി ഭൂമിയിലേക്ക് വന്നത്. എന്തൊരു ക്രൂരത ഇങ്ങനെ മനുഷ്യന്മാർ ചെയ്യുന്നല്ലേ. ഇതൊക്കെ ഒരു അമ്മയാണോ ഇവരൊക്കെ? അമ്മ എന്നുള്ള വാക്കിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് പല സ്ത്രീകളും പെരുമാറുന്നത്. അമ്മ എന്നുള്ളൊരു വാക്കൊക്കെ ഭയങ്കരമായ എന്താ പറയുക, ഭയങ്കരമായൊരു ശക്തിയുള്ള പദമാണത്. ആ പദത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് പല സ്ത്രീകളുടെയും പെരുമാറ്റം. അമ്മയെപ്പറ്റി നമുക്ക് മക്കൾക്കൊക്കെ വലിയൊരു സങ്കല്പമല്ല അമ്മയെപ്പറ്റി. നമ്മളെ സ്നേഹത്തോടു കൂടി അടുത്തിരുത്തി തലോടണ അമ്മ, അങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു സങ്കല്പം ഉണ്ടാവുക. അങ്ങനത്തെ ഒരു സങ്കല്പത്തിൽ വരാതിരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഇപ്പോഴത്തെ സ്ത്രീകൾ ചെയ്തു വയ്ക്കുന്നത്. എന്തായാലും വളരെ മോശമുള്ള കാര്യമാണ്. മനുഷ്യന് പഠിപ്പും വിവരമൊക്കെ കൂടി വരുമ്പോൾ മനുഷ്യന് അത്രത്തോളം അധപ്പതിച്ചും കൊണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ് അവനവൻ്റെ മക്കളെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ പറ്റുന്നത്? ഓരോരുത്തരും ഒരു കുട്ടി ഇല്ലാതെ കൊണ്ട് എത്രത്തോളം കഷ്ടപ്പെടണം. അവനവൻ്റെ ഒരു കുട്ടി വേണമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആൾക്കാർ, ഉള്ള മക്കൾ മരിച്ചു പോയിട്ട് അമ്മമാർ ദുഃഖിക്കുന്ന അത് വേറെ. ഇത് കണ്ണിൻ്റെ മുൻപിലുള്ള മക്കളെ വേണമെന്ന് വിചാരിച്ച് കൊലക്കി കൊടുക്കണം അമ്മമാർ. എന്താ ഇവരൊക്കെ പറയല്ലേ. എന്തായാലും അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. 2 മാസമായ കുട്ടി എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ ഒരു സുഖം അനുഭവിക്കാതെ കൊണ്ട് അത് മരിച്ചു പോയി. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും നമുക്കൊക്കെ അല്ലേ. നിങ്ങൾക്കും അഭിപ്രായമൊക്കെ തന്നെയാണല്ലോ ഉണ്ടാവുക. എല്ലാവരുടെയും മനസ്സ് അത് എന്താ പറയുക, കരിങ്കല്ലൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി, ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബൊക്കെ കുറവാണ് എനിക്ക്, അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഓക്കേ.